കമ്മ്യൂണിറ്റി ഷീൽഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പം നേരെ മാച്ചിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകാം. പെനാൽറ്റി ഷൂട്ട് ഔട്ട്, മുഹമ്മദ് സലാ, ഹാർവേ എലിയറ്റ് ഇവരൊക്കെ വന്നിട്ട് പെനാൽറ്റി എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ സാധനം വേണ്ട, ഞങ്ങൾക്ക് ഈ ശാപം പിടിച്ച കമ്മ്യൂണിറ്റി ഷീൽഡ് വേണ്ട എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് മുഹമ്മദ് സലായും ഹാർവേ എലിയറ്റും ഒക്കെ പെനാൽറ്റി എടുക്കാൻ വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ മുഹമ്മദ് സലാ ഇങ്ങനെയൊക്കെയാണോ പെനാൽറ്റി ഷോട്ട് എടുക്കുന്നത്? ഹോപ്പ്ഫുള്ളി ഇത് അവരെ അവരുടെ സീസണിൽ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, അവർ ട്രോഫികൾ ജയിക്കുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്ക് മാച്ചിൻ്റെ റിവ്യൂവിലോട്ട് പോയാൽ ആദ്യത്തെ 4-ാമത്തെ മിനിറ്റിൽ ലിവർപൂൾ ഗോൾ അടിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ലിവർപൂളിൻ്റെ ഗോൾ അത്രയും നേരത്തെ അടിച്ചു എന്നുള്ളതിനേക്കാളും എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യം അവരുടെ പുതിയ സൈനിങ് ഫ്ലോറിയൻ വിർട്സ്, അതുപോലെ തന്നെ ഹൂഗോ എക്കിറ്റിക്ക്, ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസ്, ഇവർ തമ്മിലുള്ള എക്സ്ചേഞ്ചസ്, അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ഓൺ ദ ബോൾ ഇവരുടെ സിൽക്കി ടച്ചസ്, ബ്യൂട്ടിഫുൾ ഫുട്ബോൾ. ആ സാധനം കാണണമെങ്കിൽ ഇവരുടെ കാലിൽ പന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് ആ ഒരു സിൽക്കി സോഫ്റ്റ് ടച്ചസ്, ആ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ വേർഡ്സിൻ്റെ അസിസ്റ്റിൽ ഹൂഗോ എക്കിറ്റിക്കയുടെ ഫിനിഷിങ്, ആദ്യത്തെ ഗോള്. അപ്പോൾ ആ ഗോള് അത്രയും നേരത്തെ വന്നപ്പോൾ ഞാൻ ഓർത്തു ഗെയിം തീർന്നു, ക്രിസ്റ്റൽ പാലസിനെ കൊല്ല ചെയ്യും എന്ന് തോന്നിച്ചു. പക്ഷെ ക്രിസ്റ്റൽ പാലസ്, ഒലിവർ ഗ്ലാസ്നറിനൊക്കെ ഈ ലിവർപൂൾ ടീമിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ആ ഒരു വീക്ക്നെസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്താണ് അവിടെ നിന്ന് മുന്നോട്ട് ശരിക്കും ക്രിസ്റ്റൽ പാലസ് കളിച്ചത്. നിങ്ങൾ നോക്കിക്കോ, ലിവർപൂളിൽ ഇന്നത്തെ മാച്ചിൽ ലിവർപൂളിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവരുടെ മിഡ്ഫീൽഡായിരുന്നു. അവരുടെ മിഡ്ഫീൽഡ്, അതുപോലെ തന്നെ അവരുടെ ലെഫ്റ്റ് സൈഡ്, മിലോസ് കെർക്കസിൻ്റെ ആ ഒരു സൈഡ്, ഈ രണ്ട് സാധനത്തിനെയാണ്, ഈ മിഡ്ഫീൽഡിനെ, ഈ ലെഫ്റ്റ് സൈഡിനെ, ലിവർപൂളിൻ്റെ ലെഫ്റ്റ് സൈഡിനെയാണ് കൂടുതലും ക്രിസ്റ്റൽ പാലസ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ട്രാൻസിഷൻസിലാണ്. ഇവർ ട്രാൻസിഷൻസിൽ ബോൾ വിൻ ചെയ്ത് പെട്ടെന്ന് ലോങ് ബോൾസ് കളിച്ച് അവരുടെ ക്രിസ്റ്റൽ പാലസിൻ്റെ റൈറ്റ് വിങ്ങിൽ ഡാനിയൽ മുനിയോസിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഈ ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡിലുള്ള സ്പേസസ് വഴി ബോൾ പ്രോഗ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ സെൻട്രലി ബോൾ ലോങ് പാസസ് കൊടുത്തിട്ട് അവരുടെ ഫോർവേഡ്സിനെ, ഇസ്മായിൽ സാർ ആയാലും അതുപോലെ തന്നെ മറ്റേറ്റ എസ്, ഇങ്ങനത്തെ പ്ലെയേഴ്സിൻ്റെയൊക്കെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് കൂടുതലും അറ്റാക്സ് നടത്തിയിട്ടുള്ളതും അവരുടെ ഗോൾസ് വന്നതും ഒക്കെ ഇങ്ങനത്തെ ട്രാൻസിഷൻസ് വഴിയുള്ള അറ്റാക്സിൽ തന്നെയാണ്. അപ്പം നമ്മൾ ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡ് നോക്കിയാൽ, മിഡ്ഫീൽഡിൽ ഇന്ന് കളിച്ചത് ഫ്ലോറിയൻ വിർട്സ്, അതുപോലെ കേർട്ടിസ് ജോൺസ്, സൊബോസ്ലോ, ഈ 3 പേരുടെ മിഡ്ഫീൽഡായിരുന്നു. പക്ഷേ ഈ മിഡ്ഫീൽഡ് എന്നെ സംബന്ധിച്ച് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്നു വെച്ചാൽ ഇതത്രയും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ശരിക്കും ഗ്രാവൻബെർച്ചിനെയും അതുപോലെ തന്നെ മെക്കലിസ്റ്ററിനെയും നല്ല രീതിയിൽ മിസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഡിഫെൻസീവ്ലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. സ്പേസസ് മിഡ്ഫീൽഡിൽ ഉണ്ടാകുന്നു. അവർ പ്രോപ്പറായിട്ട് അവർക്ക് ബിൽഡപ്പ് ഫേസിൽ ലിവർപൂൾ സ്ട്രഗിൾ ചെയ്യുന്നു. ബോൾ പ്രോഗ്രസ് ചെയ്യാനും അല്ലെങ്കിൽ മിഡ്ഫീൽഡ് ബാറ്റിൽസിൽ സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ ശരിക്കും ഗ്രാവൻബെർച്ച്, മെക്കലിസ്റ്ററിൻ്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു കുറവ് എനിക്ക് ആ ഒരു മിഡ്ഫീൽഡിൽ തോന്നി. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ, ലിവർപൂളിൻ്റെ ലെഫ്റ്റ് വിങ്ങിൽ മിലോസ് കെർക്കസ് ഡിഫെൻസീവ്ലി സ്ട്രോങ് ആണ്. പക്ഷേ ഇന്നത്തെ മാച്ചിൽ മോശമായിരുന്നു. അത് ആ ഒരു ഡാനിയൽ മുനിയോസ് എന്ന് പറയുന്ന പ്ലെയർ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ശരിക്കും ലിവർപൂളിനെ നോക്കിയാൽ ലിവർപൂൾ അറ്റാക്കിംഗ് വൈസ് ഒരു പ്രശ്നമല്ല. ലിവർപൂളിൻ്റെ പ്ലേയേഴ്സ് ക്ലിക്കായി കഴിഞ്ഞാൽ അറ്റാക്കിംഗ് വൈസ് അവർക്ക് ഒരു പ്രശ്നമല്ല. പക്ഷേ ഡിഫെൻസീവ്ലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഡിഫെൻസീവ് ട്രാൻസിഷൻസിൽ നല്ല രീതിയിൽ ലിവർപൂൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇന്ന് വെർജിൽ വാൻ ഡൈക്ക് ശരിക്കും ഇന്ന് ലിവർപൂൾ ഓവറോൾ ലിവർപൂളിൻ്റെ കളി നോക്കിയാൽ അവരുടെ 2 മെയിൻ പ്ലെയേഴ്സ് ഡിഫെൻസിൽ വെർജിൽ വാൻ ഡൈക്ക്, അറ്റാക്കിൽ മുഹമ്മദ് സലാ, ഇവർക്ക് രണ്ടുപേർക്കും എന്ത് പറ്റി എന്നറിയത്തില്ല. സീസണിലെ ആദ്യത്തെ മാച്ചാണ്, കമ്മ്യൂണിറ്റി ഷീൽഡാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ ഇന്നത്തെ മാച്ചിൽ ഒരിക്കലും ഇവർ രണ്ടുപേരും ക്ലിക്കായ പോലെ എനിക്ക് തോന്നിയില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസണൊക്കെ നോക്കിയാൽ ലിവർപൂളിൻ്റെ ഒരു ഡിഫെൻസീവ്ലി അവരുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡായിരുന്നു. ഇപ്പം ട്രെൻഡ് അവിടുന്ന് പോയി ട്രെൻഡിന് പകരം വന്നിരിക്കുന്ന ഫ്രിങ്ബോങ് എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും ഒരു ഫുൾ ബാക്ക് അല്ല, പുള്ളി ഒരു എന്താ പറയുന്നത് ഒരു വിങ് ബാക്കായിട്ട് കളിക്കുന്ന, കുറച്ചുകൂടെ അറ്റാക്കിംഗ് വൈസ് കുറേയും കൂടെ
അറ്റാക്കിംഗ് വൈസ് ആണ് പുള്ളിയുടെ സ്ട്രെങ്ത് കൂടുതൽ. കാരണം പുള്ളി വിങ് ബാക്ക് ആയിട്ടാണ് കളിക്കുന്നത്. പക്ഷേ ലിവർപൂളിൻ്റെ ഈ ഒരു സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേനും പുള്ളി ഫുൾ ബാക്ക് ആയിട്ടാണ് ഇന്ന് കളിച്ചത്. എന്നാലും ഫ്രിംഗ്ബോങ് എന്ന് പറയുന്ന പ്ലെയർ ഡിഫെൻസീവ്ലി വീക്കാണ്. പക്ഷേ ഇന്നത്തെ മാച്ചിൽ ഫ്രിംഗ്ബോങ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കണ്ട്, ബോൾ വിൻ ചെയ്യുന്നുണ്ട്. ഭ്രാന്തനെ പോലെ അത്രയും അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുകയും ബോൾ വിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അറ്റാക്കിൽ നിങ്ങൾ നോക്കിയാൽ പോയിട്ടൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. ആ ഒരു ഗോള് ശരിക്കും പുള്ളി ക്രോസ് കൊടുത്തതാണ്, ഗോള് കയറി. എങ്കിലും ക്രെഡിറ്റ് ഫ്രിംഗ്ബോങ്ങിന് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഫ്രിംഗ്ബോങ്ങിൻ്റെ ഭാഗത്തുനിന്ന് പുള്ളി ഈവൻ ഒരു വിങ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഫുൾ ബാക്കായിട്ട് കളിച്ചപ്പം ഇന്നത്തെ മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിഫെൻസീവ്ലി എപ്പോഴും ഫ്രിംഗ്ബോങ് ഒരു പ്രശ്നം ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫ്രിംഗ്ബോങ് അഡ്ജസ്റ്റ് ചെയ്ത് അത് കവറപ്പ് ചെയ്യുമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ച മിലോസ് കെർക്കസ് എന്ന് പറയുന്ന പ്ലെയർ ഡിഫെൻസീവ്ലി ഇന്ന് മോശമായിരുന്നു. പിന്നെ ഈ ഡിഫൻഡറായിട്ടുള്ള വെർജിൽ വാൻ ഡൈക്കിൻ്റെ എന്താണ് ഫോം ഔട്ടാണോ എന്താണ് പുള്ളിയുടെ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. ആ വെർജിൽ വാൻ ഡൈക്ക് ഗെയിമിൽ നിന്ന് ഫുള്ളായിട്ട് ഇന്ന് ഔട്ടായിരുന്നു. പൊസിഷനലി പുള്ളി ഭയങ്കര എന്താ പറയുന്നത്, പൊസിഷനലി ആണ് എപ്പോഴും പുള്ളിയുടെ അവയർനെസ് ആണ് പുള്ളിയെ മറ്റുള്ള ഡിഫൻഡേഴ്സിൽ നിന്ന് എപ്പോഴും എന്നാ പറയുന്നത്, നമുക്കൊരു ആ ഒരു വ്യത്യാസം, മറ്റുള്ള ഡിഫൻഡേഴ്സിൽ നിന്നുള്ള പുള്ളിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പൊസിഷനിലുള്ള പുള്ളിയുടെ അവയർനെസ്, ആ ഒരു കാര്യത്തിലൊക്കെ ഇന്ന് ഭയങ്കര മോശമായിരുന്നു വെർജിൽ വാൻ ഡൈക്ക്. അപ്പോൾ അതുപോലെ മിഡ്ഫീൽഡിലുള്ള ഒരു ബാലൻസ് കുറവ്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫെൻസീവ് ആസ്പെക്റ്റ്, ഗെയിമിൻ്റെ ഒരു ഡിഫെൻസീവ് ആസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ ലിവർപൂൾ ഇമ്പ്രൂവ് ആകണം. അത് മുന്നോട്ടുള്ള മത്സരങ്ങളിൽ അതിനുള്ള ഒരു എന്നാ പറയുക സൊല്യൂഷൻ ആർനെ സ്ലോട്ട് കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇന്നാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ നോക്കിയാൽ ഈ മിഡ്ഫീൽഡിലുള്ള പ്രശ്നം കൊണ്ട് തന്നെ ഫോർമേഷനിലൊക്കെ ഒരു കുറച്ച് മാറ്റം ആർനെ സ്ലോട്ട് വരുത്തുന്നുണ്ടായിരുന്നു. എക്സ്ട്രാ മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ടുവന്നിട്ട് 4-4-2 ഒക്കെ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഹൂഗോ എക്കിറ്റിക്കൊക്കെ മാറ്റിയിട്ട് മുഹമ്മദ് സലയും അതുപോലെ തന്നെ ഗാക്പോയും രണ്ട് എന്നാ പറയുന്നത് ആ ഒരു 4-4-2 ഫ്രണ്ട് 2 ആയിട്ടൊക്കെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ശരിക്കും ഗെയിമിൽ പ്രത്യേകിച്ചൊരു മാറ്റം കൊണ്ടുവരാനോ ഡോമിനേറ്റ് ചെയ്യാനോ ലിവർപൂളിന് പറ്റിയിട്ടില്ല. പൊസഷനൊക്കെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായാലും ക്രിസ്റ്റൽ പാലസ് എന്ന് പറയുന്ന ടീം അവർ മാച്ച് കഴിയുമ്പോൾ 2-2 സമനിലയിൽ അവർ ആ ഒരു സ്കോർ ലൈൻ എന്ന് പറയുന്നത് അത് ക്രിസ്റ്റൽ പാലസും ഡിസർവ് ചെയ്യുന്നുണ്ട്. XG ഒക്കെ നോക്കിയാൽ 2ന് മുകളിൽ XG ക്രിസ്റ്റൽ പാലസിനുണ്ട്. ലിവർപൂളിന് 1 മിച്ചം എന്തോണം അവരുടെ XG. അപ്പോൾ എന്തുകൊണ്ടും ലിവർപൂളിനെ നല്ല രീതിയിൽ ലിവർപൂളായിട്ട് കമ്പീറ്റ് ചെയ്യാൻ ക്രിസ്റ്റൽ പാലസിന് പറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു മാച്ച് കഴിയുമ്പോൾ പല ലിവർപൂൾ ഫാൻസിനും ചിലപ്പം കുറേ കൂടെ എന്നാ പറയുന്നത് ഈ ടീം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാവും, ശരിയാവുമോ, കപ്പടിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ കുറച്ച് ഡൗട്ടൊക്കെ കാണും. പക്ഷേ സീസണിലെ ആദ്യത്തെ മാച്ചാണ്, പുതിയ സൈനിങ്സ് ഒത്തിരി പുതിയ സൈനിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു എന്നാ പറയുന്നത് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകണം, തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഡെവലപ്പ് ആകണം. ഗ്രാവൻബർച്ച് പോണക്കത്തെ മിഡ്ഫീൽഡർ തിരിച്ചു വരണം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ലിവർപൂള് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫിക്സ് ആയി കഴിയുമ്പോൾ ലിവർപൂള് സെറ്റാകും. ആർനെ സ്ലോട്ട് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ ആർനെ സ്ലോട്ടിന് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ലിവർപൂളിനെ എഴുതി തള്ളാനോ ഒന്നും ഞാൻ ഒരിക്കലും തയ്യാറില്ല. കാരണം അതിനുള്ള ഒരു സമയമൊന്നും ആയിട്ടില്ല. ആദ്യത്തെ മാച്ച് ഈ ഒരു മാച്ചിലും നമുക്ക് ലിവർപൂളിനെ എന്നാ പറയുന്നത് മോശമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ലിവർപൂളിനെ ചുമ്മാ കുറ്റം എടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞില്ല. എനിക്ക് ഗെയിമിൽ തോന്നിയ ഒരു കാര്യമാണ് ലിവർപൂൾ അറ്റാക്കിംഗ് വൈസ് ലിവർപൂൾ ഫൈനൽ തേർഡിലൊക്കെ വരുമ്പോഴത്തേനും അവരുടെ തമ്മിലുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളും അതിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഡിഫെൻസീവ്ലിയുള്ള ട്രാൻസിഷൻസിൽ ഡിഫെൻസീവ്ലി ഹിറ്റ് ചെയ്യുമ്പോൾ ലിവർപൂൾ ഭയങ്കര വൾണറബിൾ ആകുന്നുണ്ട്. അത് കുറച്ച് തുറന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലും ശ്രമിച്ചത്. എന്താണെങ്കിലും വെൽ ഡിസർവിങ് കമ്മ്യൂണിറ്റി ഷീൽഡ് ഫോർ ക്രിസ്റ്റൽ പാലസ്. അപ്പോൾ അവർ FA കപ്പിന് ശേഷം അവർക്ക് കമ്മ്യൂണിറ്റി ഷീൽഡ് കപ്പ് ഉയർത്തുന്നു. ഇനിയിപ്പം അവരുടെ എന്നാ പറയുന്നത് യുഎഫയ്ക്കുള്ള അവരുടെ ആ ഒരു അപ്പീൽ, യൂറോപ്പ ലീഗ് കളിക്കാനുള്ള ആ ഒരു അപ്പീലും കൂടെ ക്ലിയറായി കിട്ടിക്കഴിഞ്ഞാൽ ക്രിസ്റ്റൽ പാലസ് ആരാധകരെ സംബന്ധിച്ച് അവർക്ക് ആഹ്ലാദ നൃത്തം കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇന്നലത്തെ രണ്ടാമത്തെ മാച്ച് ജോആൻ ഗാംബർ ട്രോഫി, ബാർസലോണ വേഴ്സസ് കോമോ. അപ്പം ആ ഒരു മാച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് റാഷ്ഫോർഡ് എങ്ങനെ ഈ ഒരു ബാർസലോണ സിസ്റ്റത്തിൽ കളിക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഞാനിരുന്ന് കണ്ടു. മാച്ച് കണ്ടപ്പം ശരിക്കും ബാർസലോണ റാഷ്ഫോർഡിനെ സ്ട്രൈക്കറായിട്ട് തന്നെയാണ് കളിപ്പിച്ചത്. ചില സമയങ്ങളിൽ ഈ റാഷ്ഫോർഡും റഫീഞ്ഞയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ആകുന്നുണ്ട്. റഫീഞ്ഞ കുറച്ചുകൂടെ സെൻട്രലിൽ വരുന്നു, റാഷ്ഫോർഡ് കുറച്ച് ലെഫ്റ്റിലോട്ട് പോകുന്നു. ആ രീതിയിൽ കുറച്ച് ഇൻ്റർചേഞ്ച് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ റാഷ്ഫോർഡിന് 2 ഗോളുകൾ പുഷ്പം പോലെ അടിക്കാനുള്ള 2 ചാൻസസ് കിട്ടി.
എന്നാലും പുള്ളി അതൊന്നും സ്കോർ ചെയ്തില്ല എങ്കിലും പുള്ളിക്ക് ഒരു അസിസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് അഭിമാനിക്കാം. ഈ റഫീഞ്ഞ കൊടുത്ത ഒരു ക്രോസ് ഉണ്ടല്ലോ, റഫീഞ്ഞയുടെ ക്രോസിൽ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയ്ക്ക് വന്നിട്ട് ആ ടൈറ്റർ സ്പേസസ് നിന്നുകൊണ്ട് ബോൾ റിസീവ് ചെയ്ത് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ടാപ്പിന് കൊടുത്താൽ മതി, അന്നപ്പോൾ ഫിനിഷ് ആകുമായിരുന്നു. പക്ഷേ റാഷ്ഫോർഡിൻ്റെ ഒരു വീക്ക്നെസ് ഏരിയ ആണത്. റാഷ്ഫോർഡ് ആ രീതിയിലുള്ള പൊസിഷൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സിറ്റുവേഷൻസിലൊക്കെ റാഷ്ഫോർഡ് സ്ട്രഗിൾ ചെയ്യും. കാരണം ടൈറ്റർ സ്പേസസിൽ എപ്പോഴും റാഷ്ഫോർഡ് മോശമാണ്. റാഷ്ഫോർഡിന് ഏക്കേഴ്സ് ഓഫ് സ്പേസസ് വേണം, റൺസ് മേക്ക് ചെയ്യാൻ സ്പേസസ് വേണം, ബോളുമായിട്ട് റൺസ് മേക്ക് ചെയ്യാൻ സ്പേസസ് കിട്ടണം. അങ്ങനെ മുന്നോട്ട് പോയി ടേക്ക് ഓൺസ് ഒക്കെ നടത്തി മുന്നോട്ട് പുള്ളിയുടെ സ്പീഡ് വെച്ച് പുള്ളി മുന്നോട്ട് ഡിഫൻഡേഴ്സിനെ അല്ലെങ്കിൽ ഡിഫൻസിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോയി പാസ് കൊടുക്കും, അല്ലെങ്കിൽ നേരെ പോയി 1v1 ഗോൾ അടിക്കുക. ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു രീതിയിലുള്ള പൊസിഷനിൽ പാസ് റിസീവ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാന്ന് പറയുന്നത് ഒത്താലൊത്തു എന്നുള്ളതേ ഉള്ളൂ. പുള്ളിയുടെ ഒരു സ്ട്രോങ്ങർ പോയിന്റ് അല്ല. പുള്ളി എപ്പോഴും റൺസ് മേക്ക് ചെയ്യുന്നത് നിങ്ങൾ ബാക്കിയുള്ള പുള്ളിയുടെ അസിസ്റ്റ് നോക്കിയാലും പുള്ളിയുടെ ഒരു പിന്നൊരു ചാൻസ് കിട്ടിയല്ലോ ഗോൾ സ്കോർ ചെയ്യാനായിട്ട്. ഒരു ഗോൾ ഇല്ലാത്ത പോസ്റ്റിൽ ഗോൾ സ്കോർ ചെയ്യാൻ ചാൻസ് കിട്ടി. ഈ രണ്ട് സമയത്തും, അതായത് റഫീഞ്ഞയ്ക്ക് കൊടുത്ത അസിസ്റ്റിൻ്റെ സമയത്തും മറ്റേ പുള്ളിക്ക് സ്വയമായിട്ട് പോയിട്ട് ഗോളില്ലാത്ത ഗോൾ പോസ്റ്റിൽ ഗോൾ സ്കോർ ചെയ്യാനുള്ള അവസരത്തിലും ഒക്കെ നോക്കിയാൽ റാഷ്ഫോർഡ് ആ ഒരു സ്പേസസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് റാഷ്ഫോർഡിൻ്റെ റൺസിൻ്റെ അവസാനമാണ് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻസ് ആണ് റാഷ്ഫോർഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ലോ ബ്ലോക്ക് ടീമിനെതിരെയൊക്കെ കളിക്കുമ്പോഴത്തേനും റാഷ്ഫോർഡ് പോണക്കത്തെ ഒരു സ്ട്രൈക്കർ ശരിക്കും സ്ട്രഗിൾ ചെയ്യും. ആ സമയങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ലെവൻഡോസ്കി ഇല്ലെങ്കിൽ ആ സമയത്ത് ഫെർണാണ്ടോ ടോറസ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആ ഒരു ക്ലോസ് കോമ്പിനേഷൻസിനൊക്കെ കുറേയും കൂടെ ബെറ്റർ എപ്പോഴും ഫെർണാണ്ടോ ടോറസ് പോണത്തെ സ്ട്രൈക്കർ ആയിരിക്കും. എന്താണേലും എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അടുത്ത വരുന്ന മാച്ചസിലൊക്കെ റാഷ്ഫോർഡിനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇവൻ എങ്ങനെ ഈ ഇതുമായിട്ട് ഈ ബാഴ്സലോണ സിസ്റ്റത്തിൽ ചുറ്റുമുള്ള പ്ലേയേഴ്സുമായിട്ട് എങ്ങനെ ഇവൻ അഡ്ജസ്റ്റ് ആകുന്നു എന്നുള്ളത് നോക്കാൻ വേണ്ടി ശരിക്കും ബാർസലോണ റാഷ്ഫോർഡിനെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്, സ്പേസസും അതൊക്കെയാണ് അവൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ എന്നാ പറയുന്നത്, ഭയങ്കര ടൈറ്ററായിട്ടുള്ള സ്പേസസിലൊക്കെ അവൻ സ്ട്രഗിൾ ചെയ്യും. പിന്നെ ശരിക്കും ഇന്നത്തെ മാച്ച് കഴിയുമ്പോഴത്തേനും ഫെർമിൻ ലോപ്പസ് 2 ഗോൾ സ്കോർ ചെയ്തില്ല. അവനെ ശരിക്കും ആ ഒരു നമ്പർ 10 റോളിൽ ബാർസലോണ സ്റ്റാർട്ട് ചെയ്യും വരുന്ന മാച്ചിൽ, അല്ലെങ്കിൽ ആ ഒരു ലാലിഗയിൽ എന്താണെങ്കിലും അവൻ ആ ഒരു നമ്പർ 10 പൊസിഷൻ അവൻ സീൽ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. റഫീഞ്ഞ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ, നമ്മുടെ റൈറ്റ് വിങ്ങിൽ ഓഫ് കോഴ്സ് യമാൽ ഇന്നും യമാലിൻ്റെ ബ്രില്യൻസ് കാണിച്ചു. ശരിക്കും ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്ക് ഫുട്ബോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ഭയങ്കര സിമ്പിളായിട്ട് പോയിട്ട് ഡ്രിബിൾ പാസ് ചെയ്ത് ഗോള് ഫുട്ബോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നാറുണ്ട് യമാൽ കളിക്കുമ്പോഴത്തേനും. യമാൽ അസിസ്റ്റ് കൊടുക്കുന്നു, യമാൽ ഗോളുകൾ സ്കോർ ചെയ്യുന്നു. ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്പർ 10 ഷർട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ കാര്യം തീരുമാനമായി, അവൻ ഇനി കളിക്കത്തില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതായിരിക്കും പറഞ്ഞ ഫ്രണ്ട് ത്രീ. എനിക്ക് തോന്നുന്നത് ഈ ഒരു റഫീഞ്ഞ, റാഷ്ഫോർഡ്, യമാൽ ഈ ഒരു ഫ്രണ്ട് ത്രീ വെച്ചുകൊണ്ട് കളിപ്പിക്കുന്നു. തൊട്ട് പുറകിൽ നമ്മുടെ ഫെർമിൻ ലോപ്പസ്, പിന്നെ മിഡ്ഫീൽഡ് ഫ്രാങ്ക് ഡിയോങ്, അതുപോലെ തന്നെ പെദ്രി. ഡിഫൻസ് നോക്കിയാൽ അറാഹോ, കുബാർസി. വിങ് ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്കായിട്ട് ബാൾഡെ, റൈറ്റ് ബാക്കായിട്ട് കുണ്ടെ. ഇപ്പം ഇതായിരിക്കും മിക്കവാറും ബാർസയുടെ ഒരു ഫസ്റ്റ് 11 എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്നത്തെ മാച്ച് നോക്കിയാൽ ബാർസയുടെ ചാൻസസ് ക്രിയേറ്റ് ആയത് കൂടുതലും ബാർസയുടെ അഗ്രസീവായിട്ടുള്ള പ്രസ്സിങ് വഴിയാണ്. ബാർസയുടെ പ്രസ്സിങ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് കണ്ടിരുന്നു പോകും. ആ രീതിയിലുള്ള ഫുട്ബോളാണ് ബാർസ അത്രയ്ക്കും അഗ്രസീവായിട്ടാണ് കളിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കുറേ കൂടെ സ്ലോ ഡൗൺ ചെയ്തു. ആ ഒരു പേസൊക്കെ കുറച്ചുകൂടെ ഗെയിമിൻ്റെ പേസ് കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്താണ് ബാർസ കളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു മാച്ചൊക്കെ ശരിക്കും എതിരാളികളെ സംബന്ധിച്ച് കുറച്ച് ഭയപ്പെടുത്തുന്ന സാധനമാണ്. ബാർസലോണയുടെ ആ ഒരു അഗ്രസീവായിട്ടുള്ള പ്രസ്സിങ്ങും ബോൾ വിന്നിങ്ങും ഒക്കെ, കൗണ്ടർ പ്രസ്സിങ്ങും ബോൾ വിന്നിങ്ങും ഒക്കെ. പക്ഷേ ബാർസലോണയുടെ ഹൈലൈനിനെ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടീം ആയിരുന്നില്ല കോമോ. കുറച്ചുകൂടെ അതിനെ ടെസ്റ്റ് ചെയ്ത് എനിക്ക് കാണണമായിരുന്നു. കാരണം ബാർസലോണ സ്ട്രഗിൾ ചെയ്യുന്നത് എപ്പോഴും ബാർസലോണയ്ക്കെതിരെ ഉള്ള ആ ഒരു ട്രാൻസിഷൻസിൽ അല്ലെങ്കിൽ ഡിഫെൻസീവ്ലിയാണ് ബാർസലോണ എപ്പോഴും ടെസ്റ്റഡ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേയും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ടീം ആയിരുന്നെങ്കിൽ ബാർസലോണയെ കുറേയും കൂടെ ടെസ്റ്റ് ചെയ്യുന്നത് കാണാമായിരുന്നു. പക്ഷേ ഈ മാച്ചിൽ അത് കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. 5 ഗോളുകളാണ് ബാർസലോണ അടിച്ചു കൂട്ടിയത്. ഇപ്പം ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഗോള്.
അതാ പറഞ്ഞത്, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിരുന്നു. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമ്മുടെ കോച്ച് പറഞ്ഞാണ്, ഫ്ലിക്ക് പറഞ്ഞാണ്, ഇത്രയും ഇൻറ്റൻസിറ്റി ഒന്നും വേണ്ട മക്കളെ, അവരെ ഈ പാവങ്ങളാണ്, അവന്മാരെ ഈ രീതി കഷ്ടപ്പെടുത്തണ്ട, നിങ്ങൾ സാധാരണ ഫുട്ബോൾ കളിക്കുക, കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്ത് പയ്യെ കളിക്കുക, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഗോൾ സ്കോർ ചെയ്താൽ 4-0 ഏതായാലും ജയിക്കും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് സെക്കൻഡ് ഹാഫ് കളിച്ചത്. അപ്പം 5-0 ഒരു ഗോളും കൂടെ അടിച്ച് 5-0 ജയിക്കുന്നു. ജോൺ ഗാംബർ ട്രോഫി പൊക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം പിന്നം കമൻസ് ആയിട്ട് ഇടുക.